എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ് പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 0484283050 ഈ നമ്പറിൽ നേരിട്ട് വിളിച്ച് ജനകീയ വിഷയങ്ങൾ അറിയിക്കാം. വാർത്തകൾ, ദൃശ്യങ്ങളൊക്കെ വാട്സാപ്പിൽ അയച്ചു നൽകാം. 6235968937 ഈ നമ്പർ വഴി ദൃശ്യങ്ങളും വാർത്തകളുമൊക്കെ ഞങ്ങളിലേക്ക് എത്തിക്കാം. നമ്മൾ ആദ്യം പോകുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആ സമരവേദിയിലേക്കാണ്. ആശാ വർക്കേഴ്സിന്റെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദിനംപ്രതി ശക്തമാവുകയാണ്. മുടിമുറിച്ചും തലമുണ്ടനം ചെയ്തും പ്രതിഷേധം കടിപ്പിക്കുകയാണ് ആശമാർ. രാപകൽ സമരത്തിന്റെ 50-ാം നാളിലാണ് മുടിമുറിച്ചുള്ള പ്രതിഷേധം. ഇന്നും സമരത്തിനെതിരെ പരിഹാസമുയർന്നു. മുറിച്ച മുടി കേരളത്തിലെ കേന്ദ്രമന്ത്രിമാർ വഴി കേന്ദ്രത്തിന് അയച്ചു കൊടുക്കണം എന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. സമരത്തിന്റെ 50-ാം ദിനം സമരപ്പന്തലിൽ വൈകാരികത നിറഞ്ഞു നിന്നു. മുടിമുറിച്ചുള്ള പ്രതിഷേധത്തിന് തയ്യാറായി 100-ലധികം ആശമാർ. മുറിച്ച മുടിയുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം. പിന്നീട് മാലയായി കോർത്ത് സമരപ്പന്തലിന് മുന്നിൽ തൂക്കി. സമരത്തിന് പിന്തുണയുമായി വൈദികരും സമരവേദിയിലെത്തി മുടിമുറിച്ചു. BJP മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രനും യൂത്ത് കോൺഗ്രസ് നേതാവ് വീണ എസ് നായർ ഉൾപ്പെടെയുള്ളവരും സമരപ്പന്തലിലെത്തി. ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യവുമായി വിവിധ ജില്ലകളിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. അതിനിടെ ആശമാരുടെ സമരത്തെ വിമർശിച്ച് തൊഴിൽ വകുപ്പ് മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി രംഗത്തെത്തി. ആശമാർ സമരം നടത്തേണ്ടത് ഡൽഹിയിലാണെന്നും മുറിച്ച മുടി അവർക്ക് അയച്ചു കൊടുക്കണമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പരിഹസിച്ചു. മന്ത്രി കുറച്ചുകൂടി സഭ്യമായ ഭാഷയിൽ സംസാരിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസത്തോടുള്ള സമരസമിതിയുടെ പ്രതികരണം. സമരത്തിന്റെ 50 ദിനരാത്രങ്ങൾ പിന്നിടുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടത് സ്ത്രീകൾ നടത്തിയ ശക്തമായ അവകാശ പോരാട്ടം. സമരം വിജയിച്ചാലും ഇല്ലെങ്കിലും ഈ പെരുന്നാൾ ദിവസം അടയാളപ്പെടുക ആശമാരുടെ സമരവീര്യത്തിന്റെ പേരിൽ കൂടിയാകും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു. സംസ്ഥാനത്ത് പലയിടങ്ങളിൽ നിന്നും മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ വാർത്തകൾ വരാറുണ്ട്. അത്തരമൊരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. കോതമംഗലത്തേക്ക്. കോതമംഗലംകാർക്ക് കാട്ടാനശല്യം ഇല്ലാത്ത ഒരു ദിവസം പോലുമില്ല. പദ്ധതികൾ പലതും നടപ്പിലാക്കി. ഒടുവിൽ സൗരോർജ്ജ വേലി വരെ. ഇനി നടപ്പിലാക്കാൻ പദ്ധതികളില്ല. എന്നിട്ടും കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് കോതമംഗലം മേഖലയിലെ പല പഞ്ചായത്തുകളും. കൃത്യമായ പ്ലാനിങ്ങോടെ പദ്ധതികൾ നടപ്പിലാക്കണം എന്നാണ് ഈ മേഖലയിലുള്ള ജനങ്ങൾ പറയുന്നത്. കോട്ടപ്പടി, പിണ്ടിമല, വേങ്ങൂർ ഗ്രാമപഞ്ചായത്തുകളിൽ 30 കിലോമീറ്റർ നീളത്തിൽ സൗരോർജ്ജ വേലി നിർമ്മിക്കും. പല പ്രദേശങ്ങളിലും സൗരോർജ്ജ വേലി ഇതിനോടകം നിർമ്മിച്ചു കഴിഞ്ഞു. വയനാട് മോഡൽ എലി ഫെൻസിംഗ്. പക്ഷേ വന്യമൃഗശല്യത്തിൽ നിന്ന് കോതമംഗലംകാർക്ക് മോചനമില്ല. കാട്ടാനശല്യത്താൽ ഉപജീവനമാർഗമായി കൃഷിപോലും നടത്താൻ കഴിയാതെ ദുരിതത്തിലാണ് കോതമംഗലം നിവാസികൾ. ഇന്നു പുലർച്ചെ കോതമംഗലം കോട്ടപ്പടി കൂവക്കണ്ടം ഭാഗത്തെത്തിയ കാട്ടാനക്കൂട്ടം വ്യാപകമായാണ് കൃഷി നശിപ്പിച്ചത്. കോട്ടപ്പടി പഞ്ചായത്തിലെ 2-ാം വാർഡിൽ ഉൾപ്പെടുന്ന കൂവക്കണ്ടം ഭാഗത്തിറങ്ങിയ കാട്ടാനക്കൂട്ടം മനോജ് എന്ന കർഷകന്റെ 20ഓളം വാഴ, 1 ഏക്കറോളം പൈനാപ്പിൾ, 500ഓളം ചക്ക, ഫെൻസിംഗ്, കയ്യാലകൾ എന്നിവ നശിപ്പിച്ചു. ഉണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടം. ആന വന്ന് കയറിയിട്ട് ഒരു 600 വാഴ വെച്ചതിൽ ഒരു 200 വാഴയുടെ അടുത്ത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ പൈനാപ്പിൾ 1 ഏക്കറോളം പൈനാപ്പിൾ ഇപ്പോൾ ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട്. കൃഷി ചെയ്തുകൊണ്ടിരുന്ന പാടം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് 2 വർഷത്തിന് മുകളിലായി. ഇന്ന് പുലർച്ചെ തന്നെയാണ് മറ്റൊരു ആക്രമണവും ഉണ്ടാകുന്നത്. പിണ്ടിമനയിലുണ്ടായത് ലക്ഷങ്ങളുടെ നാശനഷ്ടം.
ഇപ്പോൾ ആന മരം മറിച്ചിട്ടുകൊണ്ട് ഇതിനകത്ത് കയറി നശിപ്പിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വന്നിട്ടുള്ളത്. വന്യജീവികൾ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുമ്പോൾ ഒന്നും ചെയ്യുന്നില്ല സർക്കാർ. ആ രീതിയിലുള്ള വളരെ കർഷകരെ വളരെ വിലയില്ലാത്തവരാക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടു, ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാട്ടാനയെ തുരത്തുന്നതിനായി സ്ഥാപിച്ചിരിക്കുന്ന ഫെൻസിംഗ് തകർത്തുകൊണ്ടാണ് ഇവ കൂട്ടമായി എത്തുന്നത്. വേനൽ കടുത്തതോടെ കാട്ടാനകൾ ഇറങ്ങുന്നതും കൂടിയിരിക്കുകയാണ്. ഉണ്ടായ നഷ്ടങ്ങൾക്ക് ശാശ്വതമായി പരിഹാരം വേണമെന്നും കാട്ടാനയെ തുരത്തുന്നതിന് കൃത്യമായ പ്ലാനിങ്ങോടെ പദ്ധതികൾ തയ്യാറാക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. പലയിടത്തും കാട്ടാനയെ തുരത്താൻ വയനാട് മോഡൽ എലി ഫെൻസിംഗ്. അങ്ങനെ വന്യമൃഗശല്യം അപ്പാടെ ഇല്ലാതാക്കാൻ പയറ്റാത്ത വഴികളില്ല. എന്നിട്ടും കോതമംഗലംകാർക്ക് വന്യമൃഗത്തിൽ നിന്നും അറുതിയില്ല എന്നതാണ് സത്യം. ആൻമരിയ സനി, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. കോതമംഗലത്ത് നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ട പ്രമാടം ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള ക്ഷാമവും കാട്ടുപന്നി ശല്യവും രൂക്ഷമാകുമ്പോൾ നാടിന്റെ ആവശ്യങ്ങൾക്കായി മുന്നിട്ടിറങ്ങുകയാണ് ഒരു വാട്സാപ്പ് കൂട്ടായ്മ. നാട്ടുകാരുടെയും യുവാക്കളുടെയും നേതൃത്വത്തിലാണ് കൂട്ടായ്മ പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്യോഗസ്ഥരെ നേരിട്ട് കണ്ട് നിവേദനം നൽകി പ്രശ്നപരിഹാരം കണ്ടെത്തുകയാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം. നാട് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ആരുമില്ലെന്ന തിരിച്ചറിവാണ് ഇത്തരത്തിലൊരു വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് നീങ്ങിയത്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ജനകീയമാണ് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ. പ്രമാടം ഗ്രാമപഞ്ചായത്തിലെ 1, 2, 3 വാർഡുകളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വേനൽക്കാലത്ത് വലിയ കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത്. ഇതിനു പുറമെ കാട്ടുപന്നിശല്യവും നാട്ടുകാരെയും കർഷകരെയും വലയ്ക്കുന്നു. ഒപ്പം തകർന്ന റോഡുകളും നാട്ടുകാർക്ക് വലിയ വെല്ലുവിളിയാണ്. ഇവയ്ക്കെല്ലാം പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് വട്ടക്കുളഞ്ഞി പൗരാവലി എന്ന പേരിൽ വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചത്. ഞങ്ങൾ വട്ടക്കുളഞ്ഞി പൗരാവലി വാട്സപ്പ് ഗ്രൂപ്പ് വളരെ വർഷങ്ങളായിട്ട് ആ പ്രദേശത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഇപ്പം ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടിവെള്ള പ്രശ്നമാണ്. കുടിവെള്ളത്തിന്റെ പേരിൽ ജനങ്ങൾ ഒത്തിരി ദുരിതം അനുഭവിക്കുകയാണ്. ആഴ്ചയിൽ ഒരിക്കൽ പോലും ശരിയാവണ്ണം കുടിവെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഈ വാർഡുകളിലുള്ളത്. യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് രൂപീകരിച്ച കൂട്ടായ്മയ്ക്ക് കർഷകരും പിന്തുണ നൽകി. പഞ്ചായത്ത് പ്രസിഡന്റിനെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ഇവർ നേരിൽ കണ്ട് തങ്ങളുടെ പരാതികൾ അറിയിച്ചു. പന്നികളുടെ ശല്യം വളരെ വലുതാണ്. രാത്രിയിലൊക്കെ ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് ഈ പന്നിയുടെ ശല്യം കൊണ്ട് അവർക്ക് വണ്ടി ഓടിച്ചു വരാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വന്ന് കൃത്യമായിട്ട് ജീവൻ ഭീഷണി ആയതുകൊണ്ട് വീട്ടിലെത്താൻ പോലും അവർക്ക് അറിയാൻ പറ്റുന്നില്ല. ഇനി ഒരു വരൾച്ച വരാൻ പോവാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇതിനൊരു പരിഹാരത്തിനെന്ന രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങിയേക്കുന്നത്. കുടിവെള്ളമാണ് ഞങ്ങളുടെ മെയിൻ. പിന്നെ അതുപോലെ തന്നെ പന്നിശല്യം, അതുപോലെ തന്നെ റോഡിൻ്റെ ശോചനീയാവസ്ഥ എല്ലാം അധികാരികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ ഒരു ഇതിനുവേണ്ടി വന്നിരിക്കുന്നത്. ഉന്നയിച്ച പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങളുമായി അണിനിരക്കാനാണ് ഇവരുടെ തീരുമാനം. നല്ല മാതൃകകളെ അഭിനന്ദിക്കുക തന്നെ വേണം. നാട്ടുകാരുടെയും നാടിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത്തരം നല്ല കൂട്ടായ്മകൾ ഇനിയും ഉണ്ടാകട്ടെ. അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ആകുകയും ചെയ്യട്ടെ. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ വി ജയശങ്കർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ 2 വാർത്തകൾ വരുന്നുണ്ട്. പട്ടാമ്പി പള്ളിപ്പുറം പാതയിൽ മുതുതലയിൽ പിക്കപ്പ് വാഹനം ഇടിച്ച് കാൽനടയാത്രക്കാരൻ മരിച്ചു. മുതുതല കുട്ടിയാട്ടുപറമ്പിൽ വേലായുധനാണ് മരിച്ചത് എന്ന് ശ്രീജിത് ശ്രീകുമാർ അറിയിക്കുന്നുണ്ട്. അതുപോലെ മലപ്പുറം ദേശീയപാതയിൽ കൂരിയാടിൽ മണ്ണുമാന്തി യന്ത്രം തട്ടി അതിഥി തൊഴിലാളി മരിച്ചു. ബീഹാർ സ്വദേശി മോഹൻ സാദത്താണ് മരിച്ചത് എന്ന് വിപിൻ സി വിജയൻ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. കഞ്ചാവ് കേസിലെ പ്രതിയെ പിടികൂടുന്നതിനിടെ കാസർഗോഡ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് കുത്തേറ്റു. എക്സൈസ് നർക്കോട്ടിക് സ്ക്വാഡിലെ പ്രജിത്ത്, രാജേഷ് എന്നിവർക്കാണ് കുത്തേറ്റത്. ബംബ്രാണിയിലുള്ള ടിയാൻ്റെ വീട്ടിൽ ടിയാൻ അറസ്റ്റ് ചെയ്യാനായി പോയപ്പോൾ ഈ അബ്ദുൾ ബാസിദ് എന്നയാൾ എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും കമ്പി കൊണ്ട് പ്രജിത്തിൻ്റെ കഴുത്തിലേക്ക് കുത്തുകയും ആഴത്തിൽ മുറിവേൽക്കുകയും അതുപോലെ ചുണ്ടിന് താഴെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രാജേഷിൻ്റെ കൈക്ക് ഇരുമ്പ് തണ്ട് കൊണ്ട് ആക്രമിക്കുകയും കാലിന് സാരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ടിയാനെ ബലപ്രയോഗത്തിലൂടെ നമ്മൾ കീഴടക്കി സ്പെഷ്യൽ സ്ക്വാഡ് ഓഫീസിൽ ഹാജരാക്കിയിട്ടുണ്ട്. അരുൺ പാറക്കലുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, വലിയ തോതിൽ കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലെ പ്രതിയാണല്ലോ അല്ലേ? 108 കിലോ കഞ്ചാവാണല്ലോ അല്ലേ പിടിച്ചെടുത്ത? ആ കേസിലെ പ്രതിയല്ലേ ഇയാൾ അരുൺ? ഉന്മേഷ 108 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതിയാണ് ഈ ബംബ്രാണ സ്വദേശി അബ്ദുൾ ബാസിദ്. അന്ന് അബ്ദുൾ ബാസിദിനെ എക്സൈസ് പ്രതി ചേർത്തില്ല. പിന്നീട് പ്രതി ചേർത്തപ്പോഴേക്കും ഇയാൾ ഒളിവിൽ പോയ ശേഷം കോടതി വാറണ്ട് അയച്ചിരുന്നു. പക്ഷേ ആ വാറണ്ടിലൊന്നും ഇയാൾ കോടതിയിൽ ഹാജരായില്ല.
ഇന്നിപ്പോൾ എക്സൈസ് സംഘം ഇയാളുടെ ബംബ്രാണയിലെ വീട്ടിലെത്തി പ്രതിയെ പിടികൂടാനുള്ള ഒരു ശ്രമം നടത്തുകയായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഒരു കമ്പിയെടുത്ത് ഈ ഉദ്യോഗസ്ഥരുടെ കഴുത്തിലേക്ക്, അതായത് ഈ എക്സൈസ് ഉദ്യോഗസ്ഥനായ പ്രജിത്തിന് കഴുത്തിലാണ് പരിക്കേറ്റിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഴുത്തിലാണ് ഈ കമ്പി ഉപയോഗിച്ച് കുത്തിയത്. രാജേഷിൻ്റെ കൈക്കാണ് പരിക്കേറ്റത്. ഇരുവരും ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ പ്രജിത്തിൻ്റെ പരിക്ക് കുറച്ച് ഗുരുതരമാണെന്ന് പറയുന്നുണ്ട്, ഈ കഴുത്തിനെ കുത്തേറ്റതുകൊണ്ട്. എന്തായാലും ഈ പ്രതിയെ ഇന്നിപ്പോൾ പിടികൂടിയിട്ടുണ്ട്, കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. 108 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതിയാണ് ഈ അബ്ദുൾ ബാസിദ്. അബ്ദുൾ ബാസിദ് കുറേ കാലമായി ഒളിവിലായിരുന്നു എന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. ഇന്നിപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. ഉന്മേഷ്. ശരി, അരുൺ പാറക്കലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത് കാസർഗോഡ് നിന്ന്. പൊതുജനം കഴുതിയൽ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചില വിഷയങ്ങളിലൊക്കെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. എസ്കെൻ്റെ കേരളയാത്രയുമായി ബന്ധപ്പെട്ട് പോലീസും എക്സൈസും ഒക്കെ ഇപ്പോൾ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ജയചന്ദ്രൻ പറയുന്നത്. രവികുമാർ പറയുന്നത് മയക്കുമരുന്ന് കേസിൽ ശിക്ഷ അത് കർശനമാക്കാതെ ഒന്നും നടക്കില്ല, കഠിനമായ ശിക്ഷ തന്നെ വേണം എന്ന് രവികുമാർ PB പറയുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ കഞ്ചാവും MDMA മാത്രമേ ഉള്ളൂ എന്നാണ് പവിത്രൻ പാതിരപ്പറ്റ പറയുന്നത്. ആ സംവിധാനത്തിനൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയുള്ള നടപടികൾ എക്സൈസും പോലീസും ഒക്കെ കൈക്കൊള്ളുന്നുണ്ട്. അത് ശക്തമാക്കുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഇടവേളയ്ക്ക് മുൻപ് സൂചിപ്പിച്ചൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. ഇനി പാലക്കാട് പട്ടാമ്പി പള്ളിപ്പുറം മുതുതലയിൽ പിക്കപ്പ് പിടിച്ച് കാൽനട യാത്രക്കാരന് ദാരുണാന്ത്യം. മുതുമല കുട്ടിയാട്ടുപറമ്പിൽ വേലായുധൻ ആണ് മരിച്ചത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഈ ഒരു അപകടം നടന്നത്. നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വന്ന് ഇടിക്കുകയായിരുന്നു. കാൽനട യാത്രക്കാരനാണ് ഈ വേലായുധൻ, 75 വയസ്സായിരുന്നു. ആദ്യം പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ തലയ്ക്കാണ് ഗുരുതരമായ പരിക്ക് ഏറ്റിരുന്നത്. വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് രാവിലെ ഉച്ചയോടുകൂടി മരണം സംഭവിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. ഈ മേഖല ഒരു അപകട മേഖല തന്നെയാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. നിരവധി വാഹനങ്ങൾ ഈ റോഡ് നിർമ്മാണമൊക്കെ നടക്കുന്ന പ്രദേശങ്ങൾ, തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ ഉള്ളതിനാൽ സ്വാഭാവികമായി ആ പ്രദേശത്തുകൂടി കടന്നു വരുമ്പോൾ വാഹനങ്ങൾ കൃത്യത പാലിക്കുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട്. എന്തായാലും ഇപ്പോൾ വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഡ്രൈവറെയും അറസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. വേലായുധന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഉന്മേഷ്. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി നമ്മൾ കോട്ടയത്തേക്കാണ്. കോട്ടയം മാങ്ങാനത്ത് ബിവറേജസ് ഔട്ട്ലെറ്റ് കൊണ്ടുവരാനുള്ള നീക്കത്തിനെതിരെ നടത്തുന്ന സമരം വിജയത്തിലേക്ക്. നാട്ടുകാരുടെ ആവശ്യത്തിൽ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. ജനങ്ങളെ കേട്ട ശേഷം നടപടിയെടുക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ലഹരിവിരുദ്ധ യാത്രയുമായി SKN കോട്ടയത്തെത്തിയപ്പോൾ ഇവരെ സന്ദർശിച്ചിരുന്നു. മാങ്ങാനം ജംഗ്ഷനിലാണ് പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങാൻ ബീവറേജസ് തീരുമാനിച്ചത്. ജനവാസ മേഖലയായ ഇവിടെ നിരവധി വീടുകളും ആരാധനാലയങ്ങളുമുണ്ട്. കൂടാതെ സമീപത്തായി ഒരു സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണ് പ്രതിഷേധം ശക്തമാകാനുള്ള കാരണം. പ്രതിഷേധം വകവെക്കാതെ ഔട്ട്ലെറ്റിനായി ബീവറേജസ് നീക്കം നടത്തിയതോടെ നാട്ടുകാർ സംഘടിച്ചു. കഴിഞ്ഞ കുറെ നാളുകളായി ശക്തമായ സമരപരിപാടികളാണ് നാട്ടുകാർ ഇവിടെ നടത്തുന്നത്. പിന്നാലെയാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് പരിഗണിച്ച കോടതി ബീവറേജസിനോടും എക്സൈസിനോടും വിശദീകരണം തേടി. ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള അപേക്ഷ മാത്രമാണ് നൽകിയതെന്ന് ബീവറേജസ് കോടതിയെ അറിയിച്ചു. ഇതേ കാര്യം എക്സൈസും ബോധിപ്പിച്ചതോടെ കോടതി നാട്ടുകാരെ കൂടി കേട്ടതിന് ശേഷമേ തീരുമാനമെടുക്കാവൂ എന്ന് നിർദ്ദേശിച്ചു. അത് തെറ്റായ രീതിയിലാണെന്നാണ് കോടതിയിൽ വാദിച്ചത്. അപ്പോൾ ഇവർ പറഞ്ഞ് ആ രീതിയിലുള്ള നടപടികളൊന്നും ആയിട്ടില്ല, ലൈസൻസ് കൊടുത്തിട്ടില്ല, ലൈസൻസിനുള്ള ആപ്ലിക്കേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഈ ഔട്ട്ലെറ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എന്ത് നടപടി എടുത്താലും ആ നടപടി എടുക്കുന്നതിന് മുമ്പായിട്ട് പരാതിക്കാരായിരിക്കും ഞങ്ങളെ കേട്ടതിന് ശേഷം മാത്രമേ നടപടി എടുക്കാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൂരപരിധി വലിയ പ്രശ്നമായതോടെ ഗേറ്റ് പിന്നിലേക്ക് മാറ്റി പുതിയ വഴിയുണ്ടാക്കാനും നീക്കം നടന്നു. എന്നാൽ ദൂരപരിധി ലംഘിച്ചുവെന്ന് കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താനായത് നാട്ടുകാരുടെ വാദങ്ങൾക്ക് ശക്തി പകർന്നു. ഹൈക്കോടതിയിൽ നിന്നും അനുകൂല നടപടി ഉണ്ടായതോടെ സമരം താൽക്കാലികമായി നാട്ടുകാർ അവസാനിപ്പിച്ചിട്ടുണ്ട്. സമരം ശക്തമായി പോകുന്നതിനിടെ ലഹരിക്കെതിരെ കേരളയാത്ര നടത്തുന്ന 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ സമരക്കാരെ സന്ദർശിച്ച് പിന്തുണ നൽകിയിരുന്നു. നിലവിൽ സമരം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള നീക്കം നടന്നാൽ അതിനെ ശക്തമായി ചെറുത്തുതോൽപ്പിക്കാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. കോട്ടയത്ത് നിന്ന് അരുൺ നിണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ബസ്സുകളുടെ അമിത വേഗവും മത്സര ഓട്ടവും ഒക്കെ ഉണ്ടാക്കുന്ന അപകടങ്ങൾ കുറച്ചൊന്നുമല്ല. ദിനംപ്രതി എന്നോണം അപകട വാർത്തകൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. മത്സര ഓട്ടം മൂലം സ്റ്റോപ്പുള്ള പലയിടങ്ങളിലും ബസ് നിർത്താതെ പോകുന്നതും കാണാറുണ്ട്. സമാനമായ വിവരങ്ങൾ ഇപ്പോൾ വരുന്നത് മലപ്പുറത്ത് നിന്നാണ്. യാത്രക്കാരെ പെരുവഴിയിലാക്കുകയാണ് 6 വരി പാതയിലൂടെയുള്ള ബസ്സുകളുടെ മത്സര ഓട്ടം. ബസ്സുകൾ സർവീസ് റോഡിൽ കയറാതെ പ്രധാന റോഡ് മാത്രം കേന്ദ്രീകരിച്ച് പോകുന്നതാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. മലപ്പുറം ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഈ പ്രശ്നം ഇപ്പോഴുണ്ട്.
ദേശീയപാത 66 6 പാതയിലൂടെ കടന്നു പോകുന്ന ബസ്സുകളാണ് യാത്രക്കാരെ വലക്കുന്നത്. ദീർഘദൂര ബസ്സുകൾ സർവീസ് റോഡിൽ കയറാതെ പ്രധാന പാതയിലൂടെ മാത്രം പോവുകയാണ്. 6 പാതയുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായതോടെ ദീർഘദൂര ബസ്സുകളും മിക്ക ചെറു ബസ്സുകളും സർവീസ് നടത്തുന്നത് 6 പാതയിലൂടെയാണ്. ഇതോടെ സർവീസ് റോഡിലെ ബസ് സ്റ്റോപ്പുകളിൽ കാത്തിരിക്കുന്ന യാത്രക്കാർ പെരുവഴിയിലായ അവസ്ഥയാണ്. മലപ്പുറം ജില്ലയിലെ ഇടിമുഴിക്കൽ, സ്പിന്നിംഗ് മില്ല്, കാക്കഞ്ചേരി, പൈങ്ങോട്ടൂർ, ചെട്ടിയാർമാട്, കോഹിനൂർ, പാണാമ്പ്ര, ചേളാരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ യാത്രക്കാരാണ് പ്രയാസപ്പെടുന്നത്. ഇത്തരം ബസ്സുകളിൽ കയറി വരുന്ന യാത്രക്കാർക്ക് ഇറങ്ങേണ്ട പ്രദേശമെത്തുമ്പോൾ 6 പാതയിൽ ഇറക്കി വിടുന്നതും പതിവാണ്. യാത്രക്കാർ ഇറങ്ങുന്നത് സർവീസ് റോഡിന് സമാനമായ സ്ഥലത്താണെങ്കിൽ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ ചാടിക്കടന്നും ഉയരത്തിലോ താഴ്ചയിലോ ആയ സ്ഥലമാണെങ്കിൽ ഏറെ നേരം ചുറ്റിത്തിരിഞ്ഞും സർവീസ് റോഡിൽ കയറേണ്ട ദുരവസ്ഥയാണ് യാത്രക്കാർക്ക്. വിദ്യാർത്ഥികളും അതുപോലെ തന്നെ നാട്ടുകാരും വളരെ പ്രയാസപ്പെട്ടാണ് ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് പ്രയാസപ്പെടുന്നത്. ദീർഘദൂര ബസ്സുകളെല്ലാം അവിടെ താഴെ അടിഭാഗത്തു കൂടെയാണ് പോകുന്നത്. ഇങ്ങോട്ട് കയറുന്നില്ല. ഇവിടെ പ്രധാനമായിട്ടൊരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്തതാണ് ഇതിൻ്റെ പ്രധാന പ്രശ്നം. അത് ഇന്നലെ തന്നെ വി സിയെ കണ്ട് ഞങ്ങളെ പഞ്ചായത്ത് ഭരണസമിതി ഇത് സംബന്ധിച്ച് പ്രത്യേകം പ്രമേയം പാസാക്കി വി സിക്ക് കൊടുത്തിട്ടുണ്ട്. യാത്രക്കാർ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയങ്ങളിൽ മാത്രം ചില ബസ്സുകൾ സർവീസ് റോഡിലൂടെ പോകുന്നുണ്ടെന്നും നട്ടുച്ച സമയത്ത് ഉൾപ്പെടെ റോഡരികിൽ കാത്തിരിക്കേണ്ട അവസ്ഥയാണെന്നും യാത്രക്കാർ പരാതിപ്പെടുന്നു. യാത്രക്കാർ പ്രയാസപ്പെടുന്നത് കണ്ടിട്ടും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. ഇത്തരം ബസ്സുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. സമീർ ബിൻ കരീം, 24, തിരൂർ. പൊതുജനം കഴുതയല്ല സാർ. മണിക്കൂറുകളാണ് യാത്രക്കാർ ബസ് കാത്തു നിൽക്കേണ്ടി വരുന്നത്. പലയിടത്തും വേണ്ട സമയത്ത് എത്തിച്ചേരാനും സാധിക്കുന്നില്ല. പ്രതികരണങ്ങളിലേക്കാണ് ഇനി. സർവീസ് റോഡിലൂടെ ബസ്സുകൾ പോകുന്നേ ഇല്ല. KSRTC അടക്കമുള്ള ബസ്സുകൾ സർവീസ് റോഡിലൂടെ പോകുന്നേ ഇല്ല. എല്ലാ ബസ്സുകളും NH 66 പോകുന്നത്. അതിനെതിരെ വേണ്ടപ്പെട്ട നടപടി സ്വീകരിക്കുക തന്നെ വേണം. ആൾക്കാർ ഇവിടെ കാത്തിക്കുകയെന്നല്ലാണ്ടേ ബസ് നമുക്ക് കിട്ടലൊന്നുമില്ല. ഇപ്പോൾ രാവിലെ കോളേജിൽ പോവുകയാണെങ്കിലും അവിടുന്ന് ബസ് അവിടെ നമ്മളിവിടെ കാത്തിക്കുകയാണെങ്കിൽ അവിടെ നിർത്തുന്നില്ല. നമ്മൾ താഴത്തേക്ക് അവിടെ വരെ പിന്നെ വണ്ടി വിളിച്ച് അവിടെ പോയിട്ട് പിന്നെ കയറേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. രാത്രിയിലൊക്കെ ഇവ തൃശ്ശൂർ അതുപോലെ എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികളായ വിദ്യാർത്ഥികൾ അവർ വരുമ്പോൾ അവരെ എവിടെയാണ് ഇറക്കാൻ ബസ്സുകാർക്ക് സൗകര്യമെങ്കിൽ അവിടെ ഇറക്കിയിട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതൊക്കെ വലിയ പ്രയാസം ഉണ്ടാക്കുന്നു. ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ RTO ഉൾപ്പെടെയുള്ള അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകളുടെ ശ്രദ്ധ ഇതിലേക്ക് വരണം. പൊതുജനങ്ങൾക്ക് യാത്രാ സൗകര്യത്തിന് വേണ്ടി പല ജനങ്ങളും ഇവിടെ വന്നിട്ട് 100 രൂപയും 200 രൂപയും എല്ലാം കൊടുത്തിട്ട് ബസ് നിർത്തുന്ന സ്റ്റോപ്പ് ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 കിലോമീറ്ററോ 10 കിലോമീറ്ററോ ദൂരെ പോയിട്ട് ബസ് കയറേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ 8 കിലോമീറ്ററോളം ഈ ദൂരപരിധിയുള്ള ആളുകൾ ഈ ഹൈവേയിലേക്കാണ് ആശ്രയം തേടി വരുന്നത്. ആ സമയത്ത് ബസ്സുകളെല്ലാം മുകളിലൂടെ പോവുകയും ഈവൻ ഗവൺമെൻറ് KSRTC പോലും മുകളിലൂടെ പോകുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇതിനൊരു അറുതി വരണം. ഈ NH 66 യാത്ര ചെയ്യുന്ന ബസ്സുകൾ അത് മാറ്റിയിട്ട് സൈഡ് റോഡിലൂടെ യാത്ര നിർവഹിക്കണം. അതിന് ബഹുമാനപ്പെട്ട മന്ത്രിമാരും അതുപോലെയുള്ള ഈ റോഡ് സുരക്ഷാ ഉദ്യോഗസ്ഥരുമെല്ലാം ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ പുലർത്തണം എന്നാണ് യാത്രക്കാരായ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ്. വയനാട് മുള്ളൻകൊല്ലി പാടിച്ചിറയിൽ പാറമട തുടങ്ങാനുള്ള നീക്കത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. പറദീസ പടിഞ്ഞാറേ കവലയിലാണ് കരിങ്കൽ ക്വാറി തുടങ്ങാൻ നീക്കമുള്ളത്. 3 ഗ്രാമങ്ങളുടെ നടുവിലാണ് ഇത്. ഗ്രാമസഭ ചേർന്ന് ഈ നീക്കത്തിനെതിരെ നാട്ടുകാർ പ്രമേയം പാസാക്കി. 4 പേരുടെ ഭൂമിയിലാണ് പാറമട തുടങ്ങാൻ നീക്കം. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ പാടിച്ചിറ, ഇവിടെ ശ്രുതിക്കവല, പടിഞ്ഞാറേക്കവല, പറുദീസക്കവല എന്നീ ഗ്രാമങ്ങളുണ്ട്. ഈ ഗ്രാമങ്ങളോട് ചേർന്നാണ് ക്വാറി തുടങ്ങാനുള്ള നീക്കമുള്ളത്. ഈ ക്വാറി ഇവിടെ തുടങ്ങുന്നത് ഭയങ്കര ആശങ്കാജനകമായ ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഈ പ്രദേശത്ത് കുടിവെള്ളം ഭയങ്കര രൂക്ഷമായിട്ടുള്ളൊരവസ്ഥ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ ക്വാറി ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഒന്നോടെ രൂക്ഷമാവുകയേ നമുക്ക് ചെയ്യുള്ളൂ. അതുപോലെ പൊടിപടലങ്ങൾ, ഇവിടെ കുട്ടികളുണ്ട്, രോഗികളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്. അവരെല്ലാം താമസിക്കുന്ന ചുറ്റും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു ഏരിയയാണ്. ഇവിടെ ഇങ്ങനെ ഒരു ക്വാറി വരിക എന്ന് പറഞ്ഞത് നമുക്ക് ഓർക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. 3 ഗ്രാമങ്ങളുടെ നടുവിലാണ്
ക്വാറി ആരംഭിക്കാനുള്ള നീക്കം. കർണാടക അതിർത്തിയിൽ കുറച്ചു മാത്രം മഴ ലഭിക്കുന്ന പ്രദേശമാണ് മുള്ളൻകൊല്ലി. 1 കിലോമീറ്റർ ചുറ്റളവിൽ 4 ക്വാറികൾ നിലവിലുണ്ട്. ഈ ക്വാറികൾക്ക് സമീപത്തുള്ളവരുടെ ജീവിതം ദുസ്സഹമാണ്. ഉഗ്രസ്ഫോടനങ്ങൾ മൂലം വീടുകൾ വിണ്ടുകീറുന്ന സ്ഥിതിയുണ്ട്. നിരന്തരം ടൺ കണക്കിന് ഭാരം കയറ്റിയ ലോറികൾ പോകുന്നത് മൂലം റോഡുകൾ തകർന്ന അവസ്ഥ. മറ്റ് മലിനീകരണ പ്രശ്നങ്ങൾ വേറെയും. ഈ സാഹചര്യത്തിലാണ് പാടിച്ചിറ പറുദീസക്കവലയിൽ മറ്റൊരു ക്വാറിക്ക് നീക്കമുള്ളത്. ഞങ്ങളുടെ വീടുകളൊക്കെ പൊട്ടി തകർന്ന് ഓരോ വീടുകളും തലയിലേക്ക് വീഴുന്ന അവസ്ഥയിലാണ്. ആർക്കും ആ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ തന്നെ വളരെ ഭീതിയാണ്. കാരണം രാത്രി ഉറങ്ങാൻ വരെ കഴിയാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇവിടെയുള്ള ആൾക്കാർ. ഇപ്പം സർക്കാർ പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. 50 മീറ്ററിനുള്ളിൽ ക്വാറി പൊട്ടിക്കാമെന്നുള്ള. ഈ 50 മീറ്ററിനുള്ളിൽ അല്ല, 1/2 കിലോമീറ്ററിനപ്പുറത്തുള്ള വീടുകളെല്ലാം പൊട്ടിപ്പോയതായിട്ട് ഇവിടെ കാണാൻ കഴിയും. പ്രദേശത്ത് വളർന്നുവരുന്ന കൊളവള്ളി ഇക്കോ ടൂറിസം പദ്ധതിയെയും പാറമട ബാധിക്കുമെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. നിർദ്ദിഷ്ട ക്വാറിയുടെ 1 കിലോമീറ്റർ മാത്രം അകലെയാണ് വനം വരുന്നത്. ഇവിടുത്തെ അവശേഷിക്കുന്ന കൃഷിയെയും പാറമട ബാധിക്കുമെന്ന് നാട്ടുകാർ പരാതി പറയുന്നു. ഇവിടെ ജീവിക്കാനുള്ള സാമാന്യതയ്ക്ക് ജീവിച്ചു പോകാനുള്ള ബുദ്ധിമുട്ട് മനുഷ്യനെ സംബന്ധിച്ചുണ്ട്. ആരോഗ്യത്തെ ബാധിക്കും. ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ തകർന്നു പോകും. കാർഷിക മേഖല തകർന്നു പോകും. പാറമടക്കെതിരെ വാർഡിൽ ഗ്രാമസഭ വിളിച്ചുയർത്തിരുന്നു. ഇതിൽ എല്ലാവരും ഒരുപോലെ നീക്കത്തിനെതിരെ രംഗത്ത് വന്നു. ശക്തമായ സമരത്തിലേക്ക് പോകുമെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. ഖനന നീക്കത്തിനെതിരെ ഗ്രാമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ക്വാറി തുടങ്ങാനുള്ള ശ്രമമുണ്ടായാൽ നിയമ പോരാട്ടത്തിനൊപ്പം പ്രത്യക്ഷ സമരത്തിനും ഒരുങ്ങുകയാണ് നാട്ടുകാർ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ആ പ്രദേശം പാരിസ്ഥിതികമായി ഒട്ടേറെ സവിശേഷതകൾ ഉള്ള ഒരു പ്രദേശമാണ്. പാറമട വന്നാൽ അത് ജനജീവിതത്തെ മോശമായി ബാധിക്കും. 1 കിലോമീറ്റർ ചുറ്റളവിൽ നിലവിൽ 4 ക്വാറികൾ ഉണ്ട്. അപ്പോഴാണ് മറ്റൊരു ക്വാറിക്കുള്ള നീക്കം കൂടി നടക്കുന്നത്. ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക്. അപ്പോൾ ഈ ചുറ്റുപാട് ഉള്ള വീടുകൾക്ക് ദോഷം വരുന്ന വിധം ഈ ക്വാറി ഇവിടെ പ്രവർത്തിക്കാൻ ഒരു കാരണവശാലും സ്വയം ജീവൻ കൊടുത്തിട്ടായാലും ഇതിനെതിരെ ഞങ്ങൾ പ്രതികരിക്കും. ഞങ്ങളതിനു വേണ്ടി നല്ല ഒരുക്കത്തോടു കൂടി തന്നെ നിൽക്കും. ഒരു കഞ്ഞിപ്പരയ്ക്ക് വാഹനം എടുത്തപ്പം അത് പാറ വെട്ടിക്കളച്ചെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ വാഹനം എടുത്തത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ പെരയിരിക്കുന്നത്. ഈ പെര തകരുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചാകുന്നതിലും തുല്യ. നമ്മുടെ ഈ ക്വാറി തുടങ്ങാൻ പോകുന്നതിന് ചുറ്റുവട്ടത്ത് 2 PWD റോഡുണ്ട്, ഒരു പഞ്ചായത്ത് റോഡുണ്ട്. ഇതിൽ 100 കണക്കിന് സ്കൂൾ വാഹനങ്ങളും സ്കൂൾ വിദ്യാർത്ഥികളും രാവിലെ പോകുന്നുണ്ട്. തൊട്ടടുത്ത് സ്കൂളുകളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് തകർച്ച. അതുപോലെ ഒരു റോഡുകൾ ഇവിടെ 10-40 ടൺ ഭാരമുള്ള ലോറികളാണ് ഇവിടുന്ന് കല്ലും കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തുള്ള എല്ലാ റോഡുകളും ഇതിനപ്പുറത്തേക്ക് മാറി കഴിഞ്ഞാൽ എല്ലാ റോഡും തകർന്ന് തരിപ്പടമാണ്. നാളെ ഞങ്ങളുടെ ആശങ്കയും ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനും പുറത്തിറങ്ങി സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന ഒരു അവസ്ഥ കൊണ്ടാണ് ഞങ്ങൾ ഇതിന് വേണ്ടി അതിനുള്ള ജീവൻ മരണ പോരാട്ടത്തിലാണ് ഞങ്ങൾ. 200 മീറ്റർ പരിധിയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ കീഴിൽ ഇതിന് ക്വാറികൾക്ക് ദൂരപരിധിയുള്ളത്. എന്നാൽ ഇത് 50 മീറ്ററായിട്ട് കേരള ഗവൺമെൻറ്റും ക്വാറി മാഫിയയോട് ചേർന്നിട്ട് 50 മീറ്റർ പരിധിയായിട്ട് കുറച്ചിരിക്കുകയാണ്. ഇത്രയും ജനസാന്ദ്രതയുള്ള മുള്ളൻകൊല്ലി പഞ്ചായത്തിൻ്റെ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു ക്വാറി വരാൻ ഒരിക്കലും ഈ പ്രദേശത്തുള്ള ജനങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് നിന്നു. അപ്പോൾ വലിയ പ്രതിഷേധമാണ് ആ മേഖലയിൽ ക്വാറിക്കെതിരെ ഉയരുന്നത്. എബ്രഹാം തോമസ് പറയുന്നത് കേരളത്തിൽ പ്രതിഷേധമില്ലാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. എന്നും എവിടെയും പ്രതിഷേധമെന്നാണ്. ജനകീയ വിഷയങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്കതിൽ പ്രതിഷേധിക്കേണ്ടി വരും. നമ്മൾ മറ്റൊരു പ്രതിഷേധ വാർത്തയിലേക്ക് പോവുകയാണ്. റോഡ് വിഭജിക്കാതെ ടെൻഡർ നടപടി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് തുടർ സമരത്തിന് ഒരുങ്ങുകയാണ് കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന റോഡ് ആക്ഷൻ സമിതി. സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന റോഡ് 8.4 കിലോമീറ്റർ ദൂരം വീതി കൂട്ടി വികസിപ്പിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ നിലവിൽ മാനാഞ്ചിറ മുതൽ മലാപ്പറമ്പ് വരെ മാത്രം ടെൻഡർ നടപടി എന്നതാണ് പ്രതിഷേധത്തിന് കാരണം. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസനം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ 17 വർഷമായി സമരത്തിലാണ് റോഡ് ആക്ഷൻ സമിതി. റോഡ് വിഭജിച്ച് ടെൻഡർ നടപടിയിലേക്ക് കടക്കുന്നതിനെതിരെയാണ് വീണ്ടും പ്രതിഷേധമുയരുന്നത്. ലെ ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസനം. 2011 മുതൽ ആക്ഷൻ സമിതി രൂപീകരിച്ചു. പിന്നീട് ഇങ്ങോട്ട് കണ്ടത് നിരവധി സമരങ്ങൾ. ചരിത്രകാരൻ MGS നാരായണന്റെ നേതൃത്വത്തിലായിരുന്നു ഈ സമരങ്ങളെല്ലാം. റോഡ് ഉപരോധിച്ചതിന് അദ്ദേഹത്തെ കോടതി ശിക്ഷിക്കുകയും ചെയ്തു. പക്ഷേ കാലമിത്ര കഴിഞ്ഞിട്ടും റോഡിന്റെ വികസനം സാധ്യമായില്ല. 8.4 കിലോമീറ്റർ ആണ് ആകെ റോഡ്. ഈ റോഡ് ടെൻഡർ നടപടിയിലേക്ക് എത്തിയിരിക്കുകയാണ്.
ഈ സമയത്താണ് മാനാഞ്ചിറ മുതൽ മലാപ്പറമ്പ് വരെ 5.3 കിലോമീറ്റർ ഭാഗം മാത്രമാണ് ഈ ടെൻഡറിൽ ഉൾപ്പെടുത്തിയതെന്ന അറിയിപ്പ് ലഭിച്ചത്. റോഡ് വിഭജിച്ച് ടെൻഡർ നടത്താനുള്ള തീരുമാനത്തിനെതിരെ കഴിഞ്ഞ ദിവസം കലക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തിയിരുന്നു. വീണ്ടും സമരത്തിലേക്ക് നീങ്ങുകയാണ് ആക്ഷൻ സമിതി. തുടർ സമരം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾക്കിപ്പം ഇത് സ്റ്റേറ്റ് ആണോ നാഷണൽ ആണോ ഇൻ്റർനാഷണൽ ആണോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. മാനാഞ്ചിറ മുതൽ വെള്ളിമാട് കുന്ന് വരെ ഇപ്പോൾ 24 മീറ്റർ വീതിയിൽ സ്ഥലമെടുത്തിട്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ നടപടികളും കഴിഞ്ഞിരിക്കുകയാണ്. കോൺട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 6-7 മാസം കൊണ്ട് പൂർണ്ണമായും റോഡ് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന നിലയിലാണ് ഇപ്പോഴുള്ളത്. ആ റോഡ് മാനാഞ്ചിറ മുതൽ വെള്ളിമാട് കുന്ന് വരെ പൂർണ്ണമാക്കണം, പ്രവൃത്തി ഉടൻ ആരംഭിക്കണം. ആ ഒറ്റ ഡിമാൻഡിൽ അന്ന് പറഞ്ഞു തന്നെ ഇന്നലെ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. മലാപ്പറമ്പ് മുതൽ വെള്ളിമാട് കുന്നുവരെയുള്ള ഭാഗം ദേശീയപാത 766 ടെൻഡർ ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് നടപടികൾ പൂർത്തിയായി നിർമ്മാണ ജോലികൾ തുടങ്ങാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് യാത്രക്കാരും റോഡ് ആക്ഷൻ സമിതിയും. റോഡിന്റെ വീതിക്കുറവ് കാരണം അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണിത്. അതുകൊണ്ട് തന്നെ റോഡ് ആരേറ്റെടുത്താലും വികസനം വേഗത്തിൽ സാധ്യമാക്കണമെന്നാണ് ആവശ്യം. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ആക്ഷൻ കമ്മിറ്റി ഒപ്പം യാത്രക്കാർ ഇവർക്കൊക്കെ ആശങ്കയുണ്ട്. പ്രതികരണങ്ങളിലേക്ക്. ഈ റോഡിൽ നിരവധി ആളുകൾ പൊലിഞ്ഞു പോയിട്ടുണ്ട്. ആക്സിഡൻ്റ് ഭാഗമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ 5 വർഷത്തിനിടെ 100ഓളം ആളുകളാണ് മരിച്ചു വീണിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ റോഡ് വളരെ വേഗത്തിലാക്കണമെന്ന നിവേദനവുമായി ഞങ്ങൾ പോയിട്ടുള്ളത്. ആശങ്കയുണ്ട്. ഇതിപ്പം 17 വർഷമായി ഇപ്പോൾ ഈ മലാപ്പറമ്പിലെ ആക്ഷൻ കമ്മിറ്റി ഇതിൻ്റെ പുറകെ നടക്കുന്നു. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങൾക്കറിയാം, പിന്നെ മലാപ്പറമ്പ് ജംഗ്ഷനിലെ വളരെയധികം ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നത്. അതായത് NH66 വർക്ക് നടക്കുന്നു, അതിൻ്റെ ഓവർപാസിൻ്റെ വർക്ക് നടക്കുന്നു. അതിൻ്റെ ഇടയിൽ വാഹനങ്ങൾ കൂടുതലായിട്ട് എത്തുന്നു. ഇപ്പം മലാപ്പറമ്പിൽ നിന്ന് അങ്ങോട്ട് കടന്നു കിട്ടാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഈ റോഡ് പണി വേഗത്തിലാക്കണമെന്ന് തന്നെയാണ് നാട്ടുകാരനായി എനിക്കും പറയാനുള്ളത്. മാനാഞ്ചിറയിൽ നിന്ന് വെള്ളിമാട് കുന്ന് വരെയുള്ള യാത്രാക്ലേശം വളരെ അധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ കോളനി വാസികളെ. അപ്പോൾ അതിനു വേണ്ടിയും കൂടിയാണ് ഈ റോഡ് വൈഡനിങ് ഒക്കെ വേണ്ടി വന്നത്. അത് 17 വർഷം ഞങ്ങൾ കാത്തു നിന്നിട്ട് ഇതുവരെ അതിനൊരു പരിസമാപ്തിയിലെത്തി എന്ന് പറയുമ്പോഴാണ് കലമുടക്കുക എന്നുള്ള പരിപാടി പോലെ ഈ 3 കിലോമീറ്റർ അതിൽ നിന്ന് വിട്ടുകളഞ്ഞത്. ആ വെള്ളിമാട് കുന്ന് വരെ ഉള്ളതും കൂടി അത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോകണമെന്നാണ് ഒരു കോളനി ഒരു ഒരു ദുഃഖിതനായിട്ടുള്ള ഒരു കോളനിവാസിയുടെ ഒരു അഭിപ്രായം. സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് ഏറ്റെടുത്ത് കൊല്ലത്തുകാർ. ഒരാഴ്ച മുൻപ് മാത്രം തുറന്ന പാർക്ക് പകലും രാത്രിയും ഒരുപോലെ സജീവമാണ്. കുട്ടികൾ മുതൽ വയോധികർ വരെ പാർക്കിൽ ഒത്തുകൂടാൻ എത്തുന്നുണ്ട്. 6 മാസങ്ങൾക്ക് മുമ്പ് മാലിന്യത്തിന്റെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രമായിരുന്ന ഇവിടം ഇന്ന് വസന്തമാണ്. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ നിരവധി പേർ സമയവും കാലവും ഒന്നും നോക്കാതെ ഒത്തുകൂടുന്ന ഇടങ്ങളിലൊന്ന്. അതിൻ്റെ കഥയിലേക്കാണ് ഇന്ന് പൊതുജനം നിങ്ങളെ കൊണ്ടുപോകുന്നത്. കൊല്ലം നഗരത്തിൽ കുട്ടികൾക്കും വയോധികർക്കും സ്ത്രീകൾക്കുമായി നിർമ്മിച്ച പാർക്കുകളൊന്നും തുറന്നു പ്രവർത്തിപ്പിക്കാത്തതിനാൽ ഒത്തുചേരലുകൾക്കും വിനോദത്തിനും ഇടമില്ലാതെയായി. ഇതിനിടയിലാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള 70 സെന്റ് ഭൂമിയിൽ സംസ്ഥാന ടൂറിസം വകുപ്പ് 2 കോടി രൂപ ചെലവിൽ സൗന്ദര്യവൽക്കരണം പൂർത്തിയാക്കിയത്. സംസ്ഥാന സർക്കാരിന്റെ രൂപകൽപ്പനാ നയത്തിന്റെ ഭാഗമായാണ് റെയിൽവേ മേൽപ്പാലങ്ങളുടെ അടിവശത്ത് ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങൾ ജനസൗഹൃദ മാതൃക പൊതു ഇടങ്ങളാക്കി മാറ്റുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടതോടെ വി പാർക്ക് ജനങ്ങൾ ഏറ്റെടുത്തു. മുമ്പ് കാട് പിടിച്ചു കിടന്നിരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ഈ രീതിയിൽ അതിനെ മാറ്റിയെടുത്തതിൽ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ ഒരു അഭിനന്ദനം കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. കൊല്ലത്താണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. മോളുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനായിട്ട് അവരൊരു സ്ഥലം തിരഞ്ഞെടുത്തത് ഇതാണ്. അപ്പോൾ ഒരു നല്ലൊരു കാര്യമായിട്ട് നമ്മൾ കണക്കൂട്ടാണ്. രാത്രി എത്ര വൈകിയാലും കൊല്ലത്തെ ഈ പാർക്ക് സജീവമാണ്. വോളിബോൾ, ബാഡ്മിന്റൺ, ഹാൻഡ്ബോൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന 100ഓളം യുവാക്കളെ സദാ പാർക്കിൽ കാണാം. വലിയ ചെസ് ബോർഡിൽ മത്സരത്തിനായി കാത്തിരിക്കേണ്ട അവസ്ഥ. കാണികളായും ഒട്ടേറെ പേർ. കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള സ്കേറ്റിംഗ് ട്രാക്കിലും ഓപ്പൺ ജിം ഏരിയയിലും എപ്പോഴും തിരക്കാണ്. സ്വകാര്യ സ്പോർട്സ് ടർഫുകളിൽ മണിക്കൂർ അടിസ്ഥാനത്തിലാണ് ഫീസ് നൽകേണ്ടത്. എന്നാൽ ഇവിടെ സൗജന്യമായി ഉപയോഗിക്കാം. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സ്ഥലം അനുവദിച്ചിട്ടില്ലാത്തതും ലഘുഭക്ഷണശാലകൾ തുറക്കാത്തതും മാത്രമാണ് നിലവിലെ പ്രശ്നം.
ഞാൻ ആദ്യമായിട്ട് വന്നതാണ്, വന്ന് കയറിയതേ ഉള്ളൂ. മൊത്തം കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. ആദ്യം നോട്ടത്തിൽ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതേപോലെ പോയാൽ നല്ലൊരു സ്ഥലമായിട്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പ്, ടൂറിസം വകുപ്പ്, കൊല്ലം കോർപ്പറേഷൻ, DTPC അനുബന്ധ വകുപ്പുകൾ എന്നിവയുടെ സംയുക്ത സമിതിയാണ് പാർക്കിന്റെ തുടർ പരിപാലനവും സംരക്ഷണവും നിർവഹിക്കുന്നത്. ലഹരി മാഫിയയുടെയും സാമൂഹ്യവിരുദ്ധരുടെയും കേന്ദ്രമായിരുന്ന ഇടം ഇത്തരത്തിൽ സമ്പന്നമാക്കിയതിൽ സംസ്ഥാന ടൂറിസം വകുപ്പിനും ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടതാണ്. ലഹരി കേസുകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം പൊതുവിടങ്ങൾ നിർമ്മിക്കുന്നത് ലഹരി ഉപയോഗത്തെ മാറ്റി നിർത്താൻ കൂടി സാധിക്കുന്ന ഒന്നാണ്. ക്യാമറാമാൻ അരുണസാറിനൊപ്പം RN രാജ് 24. പൊതുജനം കഴുതയല്ല സാർ. നല്ല മാതൃകകൾ ഇങ്ങനെ ഉണ്ടാകട്ടെ. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24 ജനകീയ പ്രതിരോധ യാത്ര തുടരുകയാണ്. ജനഹൃദയങ്ങൾ കീഴടക്കി SKN40. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നടത്തുന്ന SKN40 കേരള യാത്ര തൃശൂർ ജില്ലയിലാണ് ഇന്നത്തെ പര്യടനം. വിവിധ കേന്ദ്രങ്ങളിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കിയാണ് യാത്ര. തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ അല്പസമയത്തിനകം നടത്തുന്ന പൊതുയോഗത്തോടെ ജില്ലയിലെ ആദ്യഘട്ട പര്യടനം പൂർത്തിയാകും. അടിമകളല്ല ഞങ്ങൾ, ലഹരിക്കടിമകളല്ല ഞങ്ങൾ, നന്മയ്ക്കായി പടുത്തുയർത്തിയ കോട്ടകളല്ലോ ഞങ്ങൾ, ഉരുക്കു കോട്ടകളല്ലോ ഞങ്ങൾ. മനസ്സുറച്ചു കരമുയർത്തി ഉറക്കെ പാടുക നാം, ലഹരിക്കെതിരെ പാടുക നാം. ലഹരിക്കെതിരെ പാടുകയാണ് നാടും നഗരവും. SKN40 കേരള യാത്രയ്ക്ക് തൃശൂർ ജില്ലയുടെ അകമഴിഞ്ഞ പിന്തുണ. കൊരട്ടിയിൽ നിന്ന് ആരംഭിച്ച യാത്ര ജില്ലയിലെ പര്യടനം തുടരുകയാണ്. വളരെ സന്തോഷം. നിങ്ങളുടെ സ്വീകരണത്തിന് നന്ദി, നിങ്ങളുടെ പ്രതികരണത്തിന് നന്ദി. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്രയിൽ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടെന്നാണ് ഈ സ്വീകരണം കാണിക്കുന്നത്. എല്ലാവരുടെയും അഭിവാദ്യങ്ങൾ അല്ലേ? വളരെ സന്തോഷം. TK സനീഷ് കുമാർ ജോസഫ് MLA അടക്കമുള്ള ജനപ്രതിനിധികളും പൊതുജനങ്ങളും യാത്രയ്ക്ക് പിന്തുണയുമായി എത്തി. കലാഭവൻ മണിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ചാലക്കുടിയിൽ ഒരേ മനസ്സോടെ ജനം ഒത്തുചേർന്നു. 24ഉം അതുപോലെ തന്നെ SK നടത്തുന്ന ഈ വലിയ പോരാട്ടത്തിന് ചാലക്കുടിയിലെ ജനതയുടെ എല്ലാ പിന്തുണയും ഞങ്ങൾ അറിയിക്കുകയാണ്. ലഹരി വിപത്തിനെതിരെ ശക്തമായ നടപടികൾ ഞങ്ങൾ അതിന്റെ വിപുലമായ സംഘാടക സമിതിയൊക്കെ വിളിച്ച് ഒരു പരിപാടിയൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. 7-ാം തീയതി അതിന്റെ ഒരു മെഗാ ക്യാമ്പയിൻ ചാലക്കുടിയിൽ. കൊരട്ടിമുത്തിയുടെ മണ്ണിൽ ലഹരിക്കെതിരെ ശബ്ദമുയർത്തി കുരുന്നുകൾ യാത്രയുടെ ഭാഗമായി. ലഹരി വേണ്ടേ വേണ്ട, ലഹരി വേണ്ടേ വേണ്ട. മുരിയാട് പഞ്ചായത്തിലും മാള കാർമൽ കോളേജിലും യാത്ര പര്യടനം നടത്തി. നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ എത്രയോ വളരെ മോശമായ ഒരു സാഹചര്യം കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നു എന്നതാണ്
യാഥാർത്ഥ്യം. ഞാൻ വിചാരിച്ചതിനേക്കാൾ ഒരു 300 ഇരട്ടി രാസലഹരി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രചരിക്കുന്നു. ഞങ്ങൾ കടന്നു വന്ന വഴികളിലെ ഒരു പഞ്ചായത്തിൽ പോലും ഈ രാസലഹരി ഉപയോഗിക്കാത്ത ഒരാളില്ലാത്ത പഞ്ചായത്തില്ല. ഏതെങ്കിലും ഒരാളുണ്ടാകും. വൈകുന്നേരം സ്നേഹതീരം ബീച്ചിൽ നടക്കുന്ന ജനകീയ സദസ്സോടെ തൃശൂർ ജില്ലയിലെ ആദ്യഘട്ട പര്യടനം പൂർത്തിയാകും. 24 തൃശൂർ.